ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വലിയ ശനി, ദുഃഖശനി. ഈശോ മരിച്ച് അടക്കപ്പെട്ട് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഈശോയുടെ ഉയർപ്പിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസം. ഈ വലിയ അനുഗ്രഹ ദിവസത്തിൻ്റെ നന്മകളെല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. ഇന്ന് വളരെ പ്രത്യേകമായി നമ്മൾ നമ്മുടെ മാമോദീസായുടെ നവീകരണം, അതുപോലെ നമ്മൾ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതിൻ്റെ ഓർമ്മയിൽ പുത്തൻ തീയും പുത്തൻ വെള്ളവുമൊക്കെ വെഞ്ചരിക്കുന്ന തിരുക്കർമ്മങ്ങൾ ദേവാലയത്തിലുണ്ട്. പുത്തൻ തീ പുതിയ പ്രകാശത്തിൻ്റെ സൂചനയാണ്. പുത്തൻ വെള്ളം അതുപോലെ തന്നെ പുതിയ ജീവൻ്റെ സൂചനയാണ്. ഒരു മനുഷ്യജീവനെ, ഒരു സസ്യജീവനെ, മൃഗജീവനെയൊക്കെ പിടിച്ചു നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന കാര്യങ്ങൾ പ്രകാശവും ജലവുമാണ്. ഈശോയുടെ നാമത്തിൽ അവ വീണ്ടും ആശീർവദിച്ച് പുതുതായിട്ട് തുടങ്ങുമ്പോൾ ഈശോ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെന്ന്, വെള്ളം പോലെ, തീ പോലെ, പ്രകാശം പോലെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഒരിക്കൽ കൂടി അടിവരയിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ സൃഷ്ടിയാണ് ഇന്ന് നടക്കുന്നത്. ആദ്യ സൃഷ്ടിയിൽ ദൈവം ആദ്യ പ്രവർത്തനങ്ങളായി ചെയ്തത് പ്രകാശം സൃഷ്ടിക്കുകയും ജലം സൃഷ്ടിക്കുകയും ഒക്കെയായിരുന്നു. ഇന്നും അതുതന്നെ, ഇവിടെയും അതുതന്നെ നടക്കുന്നു. നമ്മളും ഇനി മുതൽ പുതുതാവണം, പുതിയ ജീവിതം ആരംഭിക്കണമെന്നാണ് ഈ ശുശ്രൂഷകൾ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. തിരുവചനം പറയുന്നു, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാണ്. നമ്മളും ഈശോയോടൊപ്പം മരിച്ച് അടക്കപ്പെട്ട് നമ്മുടെ പാപങ്ങൾക്ക് മരിച്ച് ഇപ്പോൾ ആയിരിക്കുന്നത് ഈശോയോടുകൂടി പുതിയ ജീവിതത്തിലേക്ക് ഉയർക്കാനാണ്. പ്രാർത്ഥനാപൂർവം, പ്രതീക്ഷാപൂർവം നമുക്ക് ഈശോയുടെ ഉയർപ്പിനായി കാത്തിരിക്കാം. വലിയ ശനിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.